CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയ പോരാട്ടം തെളിയുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി ദാമോദരൻ വെങ്ങാട് എത്തുമെന്ന ഏകദേശ ധാരണയായതോടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. വനത്തിനുള്ളിൽ കഴിയുന്ന ആദിവാസി കുടുംബങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ സഞ്ചരിക്കുന്ന റേഷൻ കട സജ്ജമായി. ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഓൺലൈനായി നിർവഹിച്ചു. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ കിഴങ്ങുവിള വിത്തുഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. വാക്കാടപ്പുറത്ത് നടന്ന ചടങ്ങിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വനത്തിനുള്ളിൽ കഴിയുന്ന ആദിവാസി കുടുംബങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ സഞ്ചരിക്കുന്ന റേഷൻ കട സജ്ജമായി. ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഓൺലൈനായി നിർവഹിച്ചു. പോത്തുകൽ പഞ്ചായത്തിലെ ഇരുട്ടുകുത്തി, തരിപ്പപ്പൊട്ടി, വാണിയമ്പുഴ, കുമ്പളപ്പാറ എന്നീ 4 ഉന്നതികളിലേക്കുള്ള സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഓൺലൈനായി നിർവഹിച്ചു. ഭക്ഷ്യവകുപ്പ് സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ പ്രദേശങ്ങളിലെ എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യമായി കൃത്യതയോടുകൂടി ഭക്ഷ്യധാന്യം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നത്. കേരളത്തിൽ 148 ഉന്നതികളിൽ ഇതുപോലെ സഞ്ചരിക്കുന്ന റേഷൻ കട ഓരോ മാസവും അതത് പ്രദേശങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യം എത്തിച്ചു കൊടുക്കുകയാണ്. ഗവൺമെൻറ് ഭാരിച്ച ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം പദ്ധതി നടപ്പാക്കുന്നത് എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. പട്ടിണി കിടക്കുന്ന ഒരാളും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. വിശപ്പ് രഹിത കേരളമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയം പൂർണ്ണമായി നടപ്പാക്കാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ആര്യടൻ ഷൗക്കത്ത് MLA വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. എന്തായാലും അതിൽ നിന്നൊരു മോചനം ഈ പാലത്തിന്റെ പണി തീരുന്നതോടെ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നതാണ് ആകെയുള്ള ഒരു ആശ്വാസം നമുക്കുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഈ പദ്ധതി നിങ്ങളുടെ വീട്ടിലേക്ക് റേഷൻ എത്തിക്കുന്ന മൊബൈൽ റേഷനിങ് സംവിധാനം അതുണ്ടാക്കിയെടുക്കാൻ അതിന് നേതൃത്വം നൽകിയ മന്ത്രിയെയും അതുപോലെ തന്നെ സംവിധാനങ്ങളെയും എല്ലാം അഭിനന്ദിക്കുന്നു. നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നേടിയെടുക്കാമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പകൽ പോലും വന്യമൃഗശല്യമുള്ള വനത്തിലൂടെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചായിരുന്നു ഇവിടങ്ങളിലെ കുടുംബങ്ങൾ റേഷൻ വാങ്ങിയിരുന്നത്. കുമ്പളപ്പാറ ഉന്നതിയിലുള്ളവർ 10 കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചാണ് മുണ്ടേരിയിലെ റേഷൻ കടയിൽ എത്തിയിരുന്നത്. സഞ്ചരിക്കുന്ന റേഷൻ കട എത്തുന്നതോടെ ഈ 130 കുടുംബങ്ങളുടെ ദുരിതയാത്രയ്ക്കാണ് അവസാനമാകുന്നത്. ഒറ്റപ്പെട്ടതും യാത്രാ സൗകര്യം കുറഞ്ഞതുമായ മേഖലകളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ നേരിട്ടെത്തിക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ചടങ്ങിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം V രമേശൻ, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി മാത്യു, പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് എന്നിവർ പങ്കെടുത്തു. കൂടാതെ ജനപ്രതിനിധികളും ഫോറസ്റ്റ് സപ്ലൈ ഓഫീസർമാരും ചടങ്ങിൽ സംബന്ധിച്ചു. CCN മലപ്പുറം. തിരുവിഴാകുന്ന് ഇരട്ടവാരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു. ഇരട്ടവാരി അയമനത്ത് വീട്ടിൽ ജോഷി എന്നയാൾക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ റബ്ബർ തോട്ടത്തിലേക്ക് ടാപ്പിങ്ങിനായി ബൈക്കിൽ പോകുന്നതിനിടെയായിരുന്നു അപകടം.
പറമ്പിൽ നിന്നും പെട്ടെന്ന് ഓടിയെത്തിയ കാട്ടുപന്നി ജോഷി സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. പന്നിയുടെ ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ ജോഷിയുടെ കൈയിലെ ചെറുവിരലിന് ഒടിവുണ്ട്. കൂടാതെ മുഖത്തിനും ചുണ്ടിനും പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലത്ത് 4 മണിക്ക് ശേഷം കുമ്പളപ്പാറ ഭാഗത്തോട്ട് വെട്ടാൻ പോവുകയായിരുന്നു. അവിടെ നിന്നാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. അവിടെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ റോഡിൽ കടക്കുന്ന ജോസിയേട്ടനെയാണ് മറ്റു സഹപ്രവർത്തകരെ കൂടെ വെട്ടാൻ പോകുന്നത് കണ്ടത്. അങ്ങനെ കൂടെ ഉടക്ക് ഹോസ്പിറ്റലിലെത്തിക്കുകയായിരുന്നു. കൈ വിരലിനും അതുപോലെ തന്നെ മുഖത്ത് മറ്റു കൈകാലുകളും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു മറ്റ് യാത്രക്കാർ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. തിരുവിഴാംകുന്ന് പ്രദേശത്ത് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇതിനു മുൻപും സമാനമായ രീതിയിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. CCN ചത്തല്ലൂർ. പ്രാർത്ഥനാ മന്ത്രങ്ങളാലും ശരണം വിളികളാലും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ ഉത്സവത്തിന് കൊടിയിറങ്ങി. പടിഞ്ഞാറെ തീർത്ഥക്കുളത്തിൽ നടന്ന ആറാട്ടോടെയാണ് ഉത്സവ ചടങ്ങുകൾ സമാപിച്ചത്. തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ ആറാട്ട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പഞ്ചവാദ്യ സമേതമായിരുന്നു ആറാട്ട് കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചെഴുന്നള്ളിയത്. തീവെട്ടിയും കൈവിളക്കും ദീപനാളം തെളിയിച്ച താളങ്ങളും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. വാദ്യമേളങ്ങൾ അണിനിരുന്ന 21 പ്രദർശനത്തിന് ശേഷമായിരുന്നു ഉത്സവത്തിന് കൊടിയിറങ്ങിയത്. രാവിലെ തിറ പൂതൻകളിയും നടന്നു. ഉത്സവത്തിന്റെ അവസാന ദിവസങ്ങളിൽ ദർശനത്തിനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രമുറ്റത്തെത്തിയത്. CCN ചെർപ്പുളശ്ശേരി. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ കിഴങ്ങുവിള വിത്തുഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. വാക്കാടപ്പുറത്ത് നടന്ന ചടങ്ങിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തോടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എന്തായാലും നമ്മുടെ 5ാമത്തെ കേന്ദ്രം, കേരളത്തിലെ 5ാമത്തെ കേന്ദ്രം നമ്മുടെ ഈ വാക്കടപ്പുറം പ്രദേശത്ത്, കരിമ്പുഴ പഞ്ചായത്തിലെ വാക്കടപ്പുറം പ്രദേശത്ത് എത്തി നിൽക്കുന്നു എന്നുള്ളതിൽ പഞ്ചായത്തിൻ്റെ ഒരു സന്തോഷം കൂടി അറിയിക്കുകയാണ്. നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോകണം. ഇപ്പോൾ ട്രെയിനിങ്ങുകൾ, അതുപോലെ തന്നെ വനിതകൾക്ക് ഒരുപാട് വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം കൂടിയാണ് എന്നുള്ളത് മനസ്സിലായി ഇവിടെ വന്ന് കണ്ടപ്പോൾ. അത് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ 2 വില്ലേജിലുള്ള ആളുകൾക്ക്, വനിതകൾക്ക് ഇവിടെ വന്ന് പരിശീലനം ചെയ്യുവാനും വരുമാന മാർഗം ഉണ്ടാക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത്, കൃഷി വികസന കർഷകക്ഷേമ വകുപ്പ്, സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം, STI ഹബ്ബ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി സംഘടിപ്പിച്ചത്. ഗുണമേന്മയുള്ള കിഴങ്ങുവിള വിത്തുകളുടെ ലഭ്യത പ്രാദേശികമായി ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മികച്ച രീതിയിൽ വിത്തുൽപാദനം നടത്തുന്ന കർഷകരെ ഭാവിയിൽ CTCRIയുടെ ഔദ്യോഗിക വിത്തുൽപാദകരായി മാറ്റാനും പദ്ധതി വിഭാവനം ചെയ്യുന്നു. ചടങ്ങിൽ സയന്റിസ്റ്റ് ഡോക്ടർ K സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അത് അവർ തെങ്ങും കവുങ്ങ് കൊക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ഫിഷറീസ് മേഖലയിലെ സ്ഥാപനങ്ങൾ, അതായത്
സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, അത് കൊച്ചിയിലാണ്. നമ്മുടെ മത്സ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് മത്സ്യത്തിൻ്റെ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ ഉൽപ്പന്ന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണങ്ങളും പരിശീലനങ്ങളും നടത്തുന്നതാണ്. പിന്നെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതും കൊച്ചിയിൽ തന്നെയാണ് എൻ്റെ ആസ്ഥാനം. ബ്രാഞ്ച് വിഴിഞ്ഞം മുതൽ കോഴിക്കോട് വരെ ഉണ്ട്. നമ്മുടെ കള്ളത്തീരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ വർക്ക് ചെയ്യുക. കാരണം ആ കടലിലെ കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. വാർഡ് മെമ്പർ വിജിത, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീജ കെ വി, STS സ്റ്റേറ്റ് കോർഡിനേറ്റർ നിതീഷ് കെ വി എന്നിവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ഉൽപാദനത്തെക്കുറിച്ച് കർഷകർക്കായി പ്രത്യേക പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. കർഷകരുടെ സംശയങ്ങൾക്ക് വിദഗ്ധർ മറുപടി നൽകി. 50ഓളം കർഷകർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. കരിമ്പുഴ യൂണിറ്റ് കോർഡിനേറ്റർമാരായ കൃഷ്ണനുണ്ണി, ഗോവിന്ദൻ വൈദ്യർ, CTCRI പ്രതിനിധി വിനീത എന്നിവർ വിതരണോദ്ഘാടനത്തിൽ പങ്കെടുത്തു. തിരഞ്ഞെടുത്ത 25 പട്ടികജാതി കർഷകർക്കായി വിപുലമായ കൃഷി സഹായങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. 4000 കിലോ രാസവളം, ഓരോ കർഷകനും സ്പ്രേയർ, 30 മീറ്റർ ഹോസ്, പിക്കക്സ്, സൂക്ഷ്മ മൂലക ലായനി എന്നിവയ്ക്ക് പുറമെ മികച്ച ഇനം നടീൽ വസ്തുക്കളും നൽകി. 400 കിലോ ചേനവിത്ത്, 4000 കൂർക്ക തൈകൾ, 10400 മധുരക്കിഴങ്ങ് വള്ളികൾ എന്നിവയാണ് കർഷകർക്ക് ലഭ്യമാക്കിയത്. CCN കടമ്പഴിപ്പുറം. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവും ശാരീരിക ക്ഷമതയും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന ഹെൽത്തി കിഡ്സ് പദ്ധതിക്ക് കടമ്പഴിപ്പുറം സർക്കാർ UP സ്കൂളിൽ തുടക്കമായി. കുട്ടികളുടെ സമഗ്രമായ ആരോഗ്യ പുരോഗതിയും പോഷകാഹാര ലഭ്യതയും ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാറിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം MLA തന്നെ നിർവഹിച്ചു. വിശേഷിച്ച് പെൺകുട്ടികൾക്ക് അവർക്ക് വ്യായാമം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. അണുകുടുംബം എന്ന നിലയിൽ അച്ഛനമ്മ 1-2 മക്കൾ എന്ന നിലയിൽ ചെറിയ വീടും ചെറിയ സ്ഥലവും അത്തരം സൗകര്യങ്ങളും എല്ലാം ഉള്ള കുടുംബങ്ങളിലെ ധാരാളം കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് പഠനത്തോടൊപ്പം അവരുടെ കായികമായ, ശാരീരികവും മാനസികവുമായിട്ടുള്ള അവരുടെ മികവ്, കഴിവ് വർദ്ധിപ്പിക്കാനുള്ള രാജ്യമാകെ ശ്രദ്ധിച്ച, രാജ്യത്തിനാകെ മാതൃകയായ പദ്ധതിയാണ് കേരളത്തിൽ കായിക വകുപ്പ്, സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഹെൽത്തി കിഡ്സ് എന്ന പേരായിട്ടുള്ള പരിപാടി. ചടങ്ങിൽ പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര AS മുഖ്യാതിഥിയായിരുന്നു. ഒരേപോലെ അഡ്രസ് ചെയ്യുമ്പോഴാണ് ആ കുട്ടി അത്ലറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റാം. അപ്പം ആ ഓരോ കാര്യങ്ങളും ബാലൻസ് അതിന്റെ ഒരു ഭാഗമാണ്. അപ്പം ഇതിന്റെ ഓരോ ഭാഗത്തിനും കൃത്യമായി എടുത്ത് അതിലെങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളതിന്റെ വ്യക്തമായ ഐഡിയ ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇന്ന് രാവിലെ എനിക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായത്. അപ്പോ എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ, ഇവിടെയുള്ള ആൺകുട്ടികളോടൊപ്പം തന്നെ പെൺകുട്ടികൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഈ കാര്യത്തിൽ കൊടുക്കണം. അവർക്ക് കളിക്കാനുള്ള ഏത് പ്രായം വരെയാണെങ്കിലും ആൺകുട്ടികൾക്ക് എത്രത്തോളം കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അത് ഒരേപോലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ലഭ്യമായിരിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് ജില്ലാ കളക്ടർ എന്നുള്ള പേരിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു അവരുടെ ഓവറോൾ പേഴ്സണാലിറ്റിയിൽ തന്നെ അത് വലിയ മാറ്റങ്ങൾ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഉണ്ടാകും. അതിന് മാത്രമല്ല വലിയൊരു കാര്യം എന്ന് പറയുന്നത്, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെൽത്തി കിഡ്സ് ഡയറക്ടർ ഹരി പ്രഭാകരൻ പദ്ധതിയുടെ വിശദീകരണം നടത്തി. വിദ്യാലയത്തിലെ കുട്ടികളുടെ സമഗ്രമായ ആരോഗ്യ പുരോഗതിയും പോഷകാഹാര ലഭ്യതയും ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരുമായ NP പ്രിയേഷ്, AK ഷീലാദേവി, C കൃഷ്ണൻകുട്ടി, സവിത MP, K രാമചന്ദ്രൻ മാസ്റ്റർ, MV അനീഷ്, PK മധുസൂദനൻ, ശരത് മോഹൻ, A നാരായണൻ മാസ്റ്റർ, സുനിജ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ MP ഗോപാലകൃഷ്ണൻ സ്വാഗതവും രജനി CK നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. മണ്ണമറ്റ തോട്ടരയിൽ സ്വകാര്യ വ്യക്തികളുടെ തോട്ടത്തിൽ ശനിയാഴ്ച ഉച്ചയോടെ വൻ തീപിടുത്തം. ഉച്ചയ്ക്ക് വെയിൽ കടുത്ത സമയത്താണ് തോട്ടത്തിന് തീപിടിച്ചത്. ഉണങ്ങിയ പുൽക്കാടുകളിലേക്ക് തീ വേഗത്തിൽ പടർന്നതോടെ പ്രദേശം പുകയാൽ മൂടി. ഉടൻ തന്നെ വിവരമറിഞ്ഞ് നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും കോങ്ങാട് നിന്നും അഗ്നിശമന സേന സ്ഥലത്തെത്തുകയും ചെയ്തു. മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. തോട്ടത്തിലെ പുൽക്കാടുകളും ചെടികളും കത്തി നശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് സമാനമായ രീതിയിൽ തീപിടുത്തം ഉണ്ടായിരുന്നു എന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നുണ്ട്. CCN കടമ്പഴിപ്പുറം. വെള്ളിയാർ പുഴയ്ക്ക് കുറുകെ മണിയാണീരിക്കടവ് പാലത്തിന് താഴ്ഭാഗത്ത് കല്ലടയിൽ നിർമ്മിച്ച ചെക്ക് ഡാം UL ലത്തീഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഏകദേശം 100 ഹെക്ടർ കൃഷിഭൂമിയിലെ
കാർഷിക ആവശ്യങ്ങൾക്ക് ജലം ലഭിക്കും. ഇത് നേതൃത്വം നൽകിയ സർക്കാർ, ഇവിടുത്തെ നമ്മുടെ ഗവൺമെൻറ് വളരെ ഇച്ഛാശക്തിയോടുകൂടി പദ്ധതി അവതരിപ്പിക്കുകയും അത് 4-5 വർഷമായിട്ടാണെങ്കിലും അത് പൂർത്തീകരിക്കുവാൻ ഇന്ന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനുള്ള കടപ്പാടും നന്ദിയും ഈ അവസരത്തിൽ ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഈ പ്രദേശത്തെ സാധാരണക്കാരായ എല്ലാ വിഭാഗം ആളുകൾക്കും അത് കുടിവെള്ളമായാലും അതുപോലെ തന്നെ കാർഷിക വൃത്തിക്കാരും ചെലവഴിക്കാൻ വേണ്ടി ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഈ തടയിണ, ആ തടയിണയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ഇവിടെ എക്സി സൂചിപ്പിച്ചതുപോലെ ഇത്ര ടൺ വെള്ളം ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ എനിക്ക് പിന്നിലിരിക്കുന്നുണ്ട്. അവരൊക്കെ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും അതിലൊക്കെ അംഗങ്ങളും ഭരണാധികാരികളുമാണ്. അവർക്കൊക്കെ ഇനിയും ആഗ്രഹങ്ങളുണ്ട്, ഇനിയും ചില സ്വപ്നങ്ങളുണ്ട്. ഇതിൽ മാത്രം ഉപയോഗിച്ചാൽ പോരാ, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഇതിനെ വളർത്താൻ അവർക്ക് സാധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. 1-2 ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് വൈകുന്നേര സമയത്ത് ഈ പ്രദേശത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ഒന്ന് ഉല്ലസിക്കുവാൻ, മറ്റെല്ലാം മറന്ന് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മറ്റ് വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി ഒരുമിച്ചിരുന്നു കൊണ്ട് പരസ്പരം സ്നേഹത്തോടുകൂടി ഇവിടെ പരിലസിക്കുവാൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റാൻ ഇതിന് സാധിക്കുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ജില്ലയിലെ മേലാറ്റൂർ, കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കാർഷിക ആവശ്യത്തിനുള്ള ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും 2021-22 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ 3.22 കോടി രൂപ ചിലവഴിച്ചാണ് ചെക്ക് ഡാം നിർമ്മാണം പൂർത്തീകരിച്ചത്. 49 മീറ്റർ നീളത്തിലും 1.80 മീറ്റർ ഉയരത്തിലും FRP ഷട്ടറുകളോടുകൂടി നിർമ്മിച്ച ചെക്ക് ഡാമിൽ പൂർണ്ണ തോതിൽ ജലം സംഭരിക്കുമ്പോൾ വെള്ളിയാർ പുഴയിൽ നിന്ന് 2.80 കിലോമീറ്റർ മുകൾ ഭാഗമായ കല്ലട മുതൽ മേലാറ്റൂർ ചെമ്മാണിയോട് പാലത്തിന് താഴ്ഭാഗം വരെ ഏകദേശം 100 ഹെക്ടർ കൃഷിഭൂമിയിലെ കാർഷിക ആവശ്യങ്ങൾക്ക് ജലം ലഭിക്കും. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംസീന മുജീബ് അധ്യക്ഷത വഹിച്ചു. അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൂസക്കുട്ടി, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ KT അജ്മൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം. വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയ പോരാട്ടം തെളിയുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി ദാമോദരൻ വെങ്ങാട് എത്തുമെന്ന ഏകദേശ ധാരണയായതോടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വണ്ടൂരിലെത്തിയ അദ്ദേഹം പ്രമുഖ ഇടതുപക്ഷ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. മണ്ഡലം രൂപീകൃതമായ കാലം മുതൽ വണ്ടൂർ നേരിടുന്ന വികസന മുരടിപ്പ് ഇത്തവണ പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന് ദാമോദരൻ വെങ്ങാട് വ്യക്തമാക്കി. വണ്ടൂർ ഒരു സംവരണ മണ്ഡലമായിട്ടും ഇവിടെയുള്ള ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെയോ പാവപ്പെട്ടവരുടെയോ ജീവിത സാഹചര്യങ്ങളിൽ ക്രിയാത്മകമായ മാറ്റം വരുത്താൻ കാര്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പതിറ്റാണ്ടുകളായുള്ള ഈ അവഗണനയ്ക്കെതിരെയുള്ള ജനവിധി ഇത്തവണ വണ്ടൂരിൽ ഉണ്ടാകുമെന്നും വലിയൊരു രാഷ്ട്രീയ അട്ടിമറിക്ക് മണ്ഡലം സാക്ഷ്യം വഹിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3ാം തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുക എന്നുള്ളത് തന്നെ വലിയ അട്ടിമറിയാണ്. അത് കേരളത്തിൽ സംഭവിക്കുമെന്നാണ് പൊതുവിൽ മുന്നണി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സംവരണ വിഭാഗങ്ങൾക്കും സാധാരണക്കാർക്കും ഗുണകരമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ വന്ന വീഴ്ചകൾ ജനങ്ങളിൽ എത്തിക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. വരും ദിവസങ്ങളിലും മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും പ്രാദേശിക നേതാക്കളുമായി ചർച്ച നടത്താനും അദ്ദേഹം വണ്ടൂരിൽ തന്നെ തുടരും. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്നതോടെ പ്രചാരണ പരിപാടികൾ കൂടുതൽ ഊർജിതമാക്കാനാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയ പോരാട്ടം തെളിയുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി ദാമോദരൻ വെങ്ങാട് എത്തുമെന്ന ഏകദേശ ധാരണയായതോടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. വനത്തിനുള്ളിൽ കഴിയുന്ന ആദിവാസി കുടുംബങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ സഞ്ചരിക്കുന്ന റേഷൻ കട സജ്ജമായി. ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഓൺലൈനായി നിർവഹിച്ചു.
കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ കിഴങ്ങുവിള വിത്തുഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. വാക്കാടപ്പുറത്ത് നടന്ന ചടങ്ങിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.